വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ മാസം ജൂൺ 10 മുതൽ, അതായത് അടുത്ത ചൊവ്വാഴ്ച മുതലാണ് 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് 2019 അഡ്മിഷൻ മുതലുള്ള പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ 3 സെമസ്റ്ററിന് ശേഷമുള്ള സെമസ്റ്റർ പരീക്ഷകൾ. ആദ്യത്തെ 3 സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 1.5 വർഷം. തോറ്റു കഴിഞ്ഞാലും സപ്ലിമെൻ്ററി എക്സാം ഈ 3 വർഷത്തിനുള്ളിൽ നമുക്ക് എഴുതിയെടുക്കാം. എന്നാൽ ഇനിയുള്ള ഓരോ സെമസ്റ്റർ പരീക്ഷകളിലും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ അവസരങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാൻ കാരണം വീണ്ടും നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരും. ഈ ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളോടൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയാൻ കാരണം 4 വർഷ ഡിഗ്രി പ്രോഗ്രാമും വന്നതുകൊണ്ട് അവരുടെ എക്സാമിനേഷന് ശേഷമാണ് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സപ്ലിമെൻ്ററി എക്സാം കോൾ ഫോർ ചെയ്യുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ അതിഗംഭീരമായി തന്നെ എഴുതാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകട്ടെ. തോറ്റു കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെയുള്ള ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടി വരിക. അത് തന്നെ 3 ഇയർ ഡിഗ്രി സ്റ്റുഡൻസിനൊപ്പം എഴുതേണ്ടതായിട്ട് വരും സപ്ലിമെൻ്ററി എക്സാം വഴി. 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ 3rd സെമസ്റ്ററാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 3ഉം 4ഉം ചെറുതായിട്ട് ക്ലാഷും ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്ന രീതിയിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ സെമസ്റ്റർ പരീക്ഷകൾ കഴിയുന്തോറും ആ സെമസ്റ്റർ പരീക്ഷയിൽ തന്നെ ജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ജയിച്ചിട്ടില്ലെങ്കിലാണ് ഇങ്ങനെയുള്ള കോംപ്ലക്സ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഒരു വർഷം പോകുമ്പോൾ ജൂനിയേഴ്സിനൊപ്പം എഴുതാൻ എപ്പോൾ പറ്റും? അത് 3 ഇയേഴ്സും 4 ഇയേഴ്സും നമ്മൾ ക്ലാഷ് വരുമ്പോൾ ആദ്യം 4 ഇയേഴ്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ വരിക? അങ്ങനെയുള്ള പല സംശയങ്ങളും വരാതിരിക്കണമെങ്കിൽ, അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം തന്നെ എഴുതി ജയിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി മാത്രം ശ്രദ്ധിക്കുക. ഈ അവധി ദിവസങ്ങളൊക്കെ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക എക്സ്ക്ലൂസീവായിട്ട്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.